ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഇതുപോലത്തെ ഒരു ഫ്ലോറൽ കീ ചെയിനാണ്. ഇതൊരു റൗണ്ട് ഷേപ്പിലുള്ള നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ളൊരു കീ ചെയിനാണ്. ഇതിൽ ഇത്തരത്തിലുള്ള കീ ചെയിനാണ് എനിക്കിപ്പോൾ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഡബിൾ ഹാഫ് ഫിഷ് നോട്ട് വെച്ചിട്ടുള്ളൊരു ഡിസൈനാണ്. ഒരു ഫ്ലോറൽ ഷേപ്പാണ് വരുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ട്വിസ്റ്റഡ് കോഡാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു 50 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ഒരു ട്വിസ്റ്റഡ് കോഡാണ്. പിന്നെ അതുകൂടാതെ 3 1 മീറ്റർ ലെങ്ത്തുള്ള ട്വിസ്റ്റഡ് കോഡും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ ചൂസ് ചെയ്യാം. പിന്നെ ട്വിസ്റ്റഡിന് പകരം ബ്രെയ്ഡഡ് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അത് രണ്ടിൽ ഏതെങ്കിലും ആയാലും പ്രശ്നമില്ല. സിംഗിൾ സ്ട്രാൻഡ് കുറച്ച് ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. പിന്നെ ഞാൻ ഈ ചെയ്യുന്നത് പോലെ ഈ 50 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള കോഡിനെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കണം. അത് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഇങ്ങനെ വീഡിയോ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതിലോട്ടേക്ക് നമ്മൾ ഇതിൻ്റെ ആ ഒരു എൻഡ് ഉണ്ടല്ലോ, ആ ഒരു എൻഡിൽ നമ്മൾ മാസ്കിംഗ് ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിനെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു പിന്ന് വെച്ചിട്ട് ഇതുപോലെ ഞാനൊരു കുഷ്യനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ കുഷ്യൻ സർഫസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാകുക. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്ത് ഒരു ലൂപ്പ് ഉണ്ടല്ലോ, ആ ഒരു ലൂപ്പിലേക്കാണ് ഇനി നമ്മൾ കോഡ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കോഡിന് നമ്മൾ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഒരു 10 സെൻറ്റിമീറ്റർ റൈറ്റ് സൈഡിലുള്ള കോഡും ലെഫ്റ്റ് സൈഡിലുള്ള കോഡ് ബാക്കിയുള്ള റിമൈനിങ് 90 സെൻറ്റിമീറ്ററും വരണം. ആ ഒരു രീതിയിൽ വെച്ചാൽ മതി. എന്നിട്ട് ലാസ്റ്റ് സൈഡ് നോട്ടാണ് കെട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ 1 മീറ്റർ ലെങ്ത്തുള്ള കോഡ് എടുത്താൽ 90 സെൻറ്റിമീറ്ററാണ് ലെഫ്റ്റ് സൈഡിലുള്ള കോഡ്, റൈറ്റ് സൈഡിലുള്ള കോഡ് 10 സെൻറ്റിമീറ്റർ. എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള 2 കോഡുകളുണ്ടല്ലോ, ആ 2 കോഡുകളെയും അതിൻ്റെ അടിയിലേക്ക് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതും അതേപോലെ തന്നെ ആ ഒരു ലെങ്ത്ത് 10 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇനി ഈ കോഡുകളെ ഈ ഒരു 90 സെൻറ്റിമീറ്റർ കോഡിലോട്ടേക്ക് ഹോൾഡ് ചെയ്ത് കൊടുക്കണം ഡബിൾ ഹാഫ് ഫിഷ് നോട്ട് വഴി. അങ്ങനെയാണ് ആ ഫ്ലോറൽ ഷേപ്പ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് വീണ്ടും പിൻസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എവിടെയൊക്കെ ഫിക്സ് ചെയ്യണോ അവിടെയൊക്കെ ഫിക്സ് ചെയ്യാം. ഞാനിപ്പോൾ 2 പിന്നാണ് ചെയ്തിട്ടുള്ളത്. ഇനി അതിന് ശേഷം എന്താ കൈകൊണ്ട് ഇവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഡബിൾ ഹാഫ് ഫിഷ് നോട്ടാണ് കെട്ടിക്കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തെ കോഡ് എടുത്തിട്ട് 1 മീറ്ററിൻ്റെ ആദ്യത്തെ കോഡ് എടുത്തിട്ട് ഡബിൾ ഹാഫ് ഫിഷ് നോട്ട് കെട്ടിക്കൊടുക്കുന്നു. നന്നായി ടൈറ്റ് ചെയ്യണം, ആ ഒരു ലോക്ക് അവിടെ വീഴണം. ഒരു തവണ കൂടെ കിട്ടുമ്പോഴാണ് ഡബിൾ ഹാഫ് ഫിഷ് നോട്ട് ആവുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ബേസിക് ട്യൂട്ടോറിയൽസ് പോയി ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഒരെണ്ണം റെഡിയായി. ഇനി സെയിം പ്രോസസ്സിലൂടെ നെക്സ്റ്റ് കോഡും ഇതേപോലെ തന്നെ അതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഡിസൈൻ വെച്ച് നമുക്ക് കോസ്റ്ററൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കീ ചെയിനിന് പകരം ഇത് കുറച്ചുകൂടെ ഇപ്പം നമ്മൾ 2 കോഡ് ആഡ് ചെയ്തില്ല, അതിന് പകരം എക്സ്ട്രാ കോഡുകൾ ആഡ് ചെയ്ത് അതിൻ്റെ സൈസ് കൂട്ടാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ നമുക്കൊരു കോസ്റ്ററൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ 2 എണ്ണം ആഡ് ചെയ്തതിന് ശേഷം ഇനി ആ 90 സെൻറ്റിമീറ്റർ കോഡിനെ റിവേഴ്സായിട്ട് വയ്ക്കുക. എന്നിട്ട് വീണ്ടും ഡബിൾ ഹാഫ് ഫിഷ് നോട്ട് 2 കോഡുകൾ വെച്ചും കെട്ടിക്കൊടുക്കുക. നമ്മൾ ഏത് കോഡാണോ ആദ്യം കെട്ടിയത്, അതായത് ലാസ്റ്റ് സൈഡ് നോട്ട് വഴി ആദ്യം കെട്ടിയ കോഡുണ്ടല്ലോ, ആ കോഡിനെയാണ് ഞാൻ റിവേഴ്സ് ഷേപ്പിലോട്ടേക്ക് വെച്ചിട്ടുള്ളത്. അത് കൺഫ്യൂഷൻ ആവാൻ പാടില്ല, ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. ഇനിയാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത്.
ഇവിടെ നമ്മൾ ഈ ഒരു എൻഡ് എത്തുന്ന സമയത്ത് അതിലോട്ടേക്ക് ലാക്ക് സൈഡ് നോട്ട് വഴി ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് ഞാൻ ഈ ചെയ്യണ പോലെ ഇതിലോട്ടേക്ക് നമ്മളിപ്പം ഒരു ഹാഫ് ഹിച്ച് നോട്ട് കെട്ടിക്കൊടുത്തു. അതിന് ശേഷം അതിൻ്റെ ബാക്ക് സൈഡിലൂടെ എടുത്തിട്ട് പിന്നീട് ഫ്രണ്ടിലോട്ടേക്ക് കൊണ്ടുവന്ന് ഈ ലൂപ്പിലൂടെ വലിച്ചെടുക്കാം. അപ്പോഴത് നന്നായി വലിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും അതൊരു ലാക്സ് ഹെഡ് നോട്ടായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഇനി ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വേണം നിങ്ങൾക്ക് ഇങ്ങനെ ലാക്സ് ഹെഡ് നോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കെട്ടി കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി വീണ്ടും സെയിം സ്റ്റെപ്പിന് റിപ്പീറ്റ് ചെയ്യുക. ആ ഒരു കോഡിനെ അതായത് നമ്മുടെ ഫില്ലർ കോഡിനെ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് ബാക്കിയുള്ള 2 കോഡ് വെച്ചിട്ട് ഡബിൾ ഹാഫ് ഹിച്ച് നോട്ട് കെട്ടി കൊടുക്കുന്നു. ഇത് ചെയ്യുന്ന സമയത്ത് ഗ്യാപ്പ് ഉണ്ടാകരുത്. ആ ഒരു ഫ്ലോറൽ ഷേപ്പ് കറക്റ്റ് വരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് ചെയ്യണം. വീണ്ടും അതിൻ്റെ എൻഡിലെത്തി. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ കോഡിന് വെച്ചുകൊണ്ട് ആദ്യം ഒരു ഹാഫ് ഹിച്ച് നോട്ട് കെട്ടിക്കൊടുക്കുന്നു. അതിനുശേഷം അതിൻ്റെ ബാക്ക് സൈഡിലൂടെ എടുത്തുകൊണ്ട് ഫ്രണ്ടിലോട്ടേക്ക് ലൂപ്പിലൂടെ കയറ്റി വലിച്ചെടുക്കുന്നു. ഈ ഒരു പ്രോസസ്സ് തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണം. ടോട്ടൽ ഇതിൽ ഒരു 9 സെറ്റാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു കോഡ് വെച്ചിട്ട് ഞാനിപ്പം 9 ആ ഒരു റേഞ്ചിലാണ് എടുക്കുന്നത്. ഇപ്പം സൈസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനിയും കൂടുതൽ കുറച്ചുകൂടെ വലിപ്പം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കോഡ്സിൻ്റെ എണ്ണം കൂട്ടുക, അതേപോലെ ലെങ്ത്തും കൂട്ടുക. നമ്മളിപ്പം വെച്ചിട്ടുള്ള കോഡ് വെച്ചിട്ട് ഏകദേശം ഒരു 9 സെറ്റാണ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ 9 സെറ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഞാൻ ഈ ഒരു ടേപ്പിനെ ജസ്റ്റ് അതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ എഡ്ജ് തന്നെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതൊരു മാർക്കിങ് വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം എനിക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് ഒരു ചെറിയൊരു സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, ഒന്നൊരു മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഒട്ടിച്ച അതേ ആ ഒരു ത്രെഡിൽ തന്നെ ഇതെടുക്കുക. ഇനി ബാക്കിയുള്ള ഒരു മിഡിലൊരു ലൂപ്പ് പോലൊരു പോർഷൻ ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു പോർഷൻ ഉള്ളിലോട്ടേക്ക് കയറണം. അപ്പോൾ അതിന് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വൈറ്റ് കളറ് നമ്മൾ ഒട്ടിച്ച മാസ്കിംഗ് ടേപ്പുള്ള ത്രെഡുകൾ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ട്വിസ്റ്റഡ് കോഡ് ആയതുകൊണ്ട് തന്നെ നല്ല ടൈറ്റ് ആയിരിക്കും വലിച്ചെടുക്കാൻ. കുറച്ചുകൂടെ സിമ്പിളായിരിക്കും ബ്രൈഡഡ് കോഡ് യൂസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വലിച്ചാൽ മാത്രമേ അത് ഉള്ളിലോട്ടേക്ക് പോവുള്ളൂ. അപ്പോഴാണ് ആ റൗണ്ട് കറക്റ്റായിട്ട് ഫോം ചെയ്ത് വരിക. അപ്പോൾ ഇങ്ങനെ ചെറുതായി മാറുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. പിന്നെ വലിക്കുന്ന സമയത്ത് കൈ ഹോൾഡ് ചെയ്ത് വെക്കണം. ഇതുപോലെ കൈ ഹോൾഡ് ചെയ്ത് വെക്കണം. ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ചുരുങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവില്ല. പിന്നെ നമുക്ക് റിവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇതിങ്ങനെ തന്നെ കട്ട് ചെയ്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇനിയിപ്പം ബാക്ക് സൈഡിൽ ആ ഒട്ടിക്കിടക്കണത് ഒഴിവാക്കാം, അല്ലെങ്കിൽ ഫ്രിഞ്ചസ് വേണമെന്നുള്ള അങ്ങനെ ഡിസൈനാണ് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് ആ ഒരു എൻഡിൽ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് താഴെ കുറച്ച് ഫ്രിഞ്ചസും വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ഡിസൈനായി. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിന് ക്ലോസ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം.
അപ്പം നമ്മളിപ്പോൾ ടേപ്പ് വെച്ച് മാർക്ക് ചെയ്ത കൂട്ടത്തിൽ ഇനി ഒരു 2 സെറ്റ് കൂടെ വെക്കുന്നുണ്ട്. അതായത് നമ്മൾ സ്റ്റാർട്ടിങ്ങിലുള്ള ആദ്യത്തെ 2 കോഡുണ്ടല്ലോ, ആ 2 കോഡിലും കൂടെ ഇതേപോലെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതായത് ഒരു സൈഡിൽ 4 കോഡാണ് ഉണ്ടാവുക. അതിൽ സ്റ്റാർട്ടിങ്ങിലുള്ള കോഡ്. ഇനി ഇതിനെ പുറകോട്ടേക്ക് വലിക്കുക. ഈ മാർക്ക് ചെയ്തതിനെയൊക്കെ മാറ്റി വയ്ക്കുക. അതിനുശേഷം ഈ ഒരു കോഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. എന്നിട്ട് അതിന് തൊട്ടടുത്തുള്ള ആ ഒരു നോട്ടുണ്ടല്ലോ, ആ ഒരു നോട്ടിൻ്റെ ഉള്ളിലോട്ടേക്കാണ് ഇതിനെ കയറ്റി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ചെറിയ നീഡിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതുപോലത്തെ ബോബിൻ പിന്ന് യൂസ് ചെയ്യാം. സ്ലൈഡ് എന്നൊക്കെ പറയണ അത് യൂസ് ചെയ്യാം. ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് അതിനെ ജസ്റ്റ് അതിനുള്ളിലോട്ടേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് വലിച്ചു കൊടുക്കുക. സെയിം റൈറ്റ് സൈഡിലും അതേപോലെ തന്നെ ചെയ്യുക. തൊട്ടടുത്തുള്ള നോട്ട് എടുക്കുക. ആ നോട്ടിലോട്ടേക്ക് ചെറിയ ഹോൾ ഉണ്ടാക്കിയിട്ട് ആ ഹോളിലൂടെ ത്രെഡിനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ തന്നെ തൊട്ട് താഴെയുള്ള കോഡുകളെയും സെയിം ആയിട്ട് തന്നെ ചെയ്യാം. ഇത്രയും ചെയ്തതിന് ശേഷം എക്സ്ട്രാ വരുന്ന പോർഷൻസിനെ കട്ട് ചെയ്യുക. ഗ്ലൂ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ബാക്ക് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുക. അധികം ചേർത്ത് കട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത് ഏകദേശം ഫിനിഷായി. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒട്ടിക്കാനും കൂടിയുള്ളൂ. നമ്മൾ ഫെവിക്കോളോ ഏതെങ്കിലും ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഫെവിക്കോൾ വെച്ചിട്ടാണ്. അപ്പം ഇതാക്കി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ചെറിയൊരു പണി കൂടിയുള്ളത് ഇതുപോലത്തെ കീ റിങ്സ് വെച്ച് ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഹോളിൽ ജസ്റ്റ് ഹാങ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്കിത് കോസ്റ്റർ ഡിസൈനായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. ഏത് ടൈപ്പ് വേണമെങ്കിലും ചെയ്യാം. ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ്. സോ താങ്ക് യു സോ മച്ച് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും. ഇനിയും ഇതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.